ഹലോ, അതെ സി ഡി ആണോ? ആ, ഓഫീസിലെത്തിയോ? ഐ ആം സോറി, ഇന്ന് കാണാൻ പറ്റില്ല. ഞാനൊരു കവിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണിലേക്ക് ഒരു യാത്രയില്ല. ചെമ്പേരി കുഞ്ഞനന്തൻ തമ്പുരാൻ. അതെ അതെ, ഒരു കാര്യം ചെയ്യേ, ഇന്ന് സുഖമായിട്ടൊന്ന് വിശ്രമിക്കുക. നാളെ നമുക്ക് കാണാം. ഓക്കെ, ബൈ. ഈ തിരുമംഗലത്തേക്കുള്ള വഴി ഏതാ? ഏത് തിരുമംഗലം? ഇവിടെ തെക്കേ തിരുമംഗലവും വടക്കേ തിരുമംഗലവും ഉണ്ട്. അതിലേതാ? അങ്ങനെ ചോദിച്ചാ ഈ തിരുമംഗലത്ത് ആരെ കാണാനാ? ചെമ്പേരി പാപ്പൻ. എന്നാ പിന്നെ അതങ്ങ് പറഞ്ഞാ പോരെ സാറേ. തമ്പുരാനെ അറിയാത്തവർ ഈ നാട്ടിലുണ്ടോ? നേരെ പോയിട്ട് ഇടത്തോട്ട് തിരിയണം. ഒരു 3 കൂടി കവല കാണാം. അവിടെ നിന്ന് വലത്തോട്ട്. സംശയം വന്ന് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതി. 7:30. ഇപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങണേ ഉണ്ടാവും. താങ്ക്സ്. ആ, ഒന്ന് നിന്നേ. ചോദിക്കുമ്പോൾ ചെമ്പേരി തമ്പുരാൻ എന്ന് തന്നെ ചോദിക്കുക. അതാ മൂപ്പർക്ക് ഇഷ്ടം. ചെമ്പേരി തമ്പുരാൻ. വാ, നമുക്ക് പോവാം. ഇന്നത് തീർക്കണം. അതെ, ഈ ചെമ്പേരി തമ്പുരാന്റെ വീട്ടിലേക്കുള്ള വഴി ഏതാ? അങ്ങ് നേരെ പോയാ മതി. ശരി. ആ പിന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ പുഴക്കരയിൽ ആൽത്തറയിലുണ്ടാവും. പാടത്തിന്റെ ഇപ്പുറത്തെത്തുമ്പോ ഒന്ന് ചോദിച്ചാ മതി. ഞാൻ പോവേണേ. ആ ശരി. ഈ ചെമ്പേരി തമ്പുരാന്റെ വീട്ടിലേക്ക് ആ, സമയത്രയായി? 8:15. ആ, നേരെ വിട്ടോ. ഈ വഴി അവസാനിക്കുന്നത് ആ തറവാട്ടിന്റെ മുറ്റത്താ. ഇപ്പം പൂജാമുറി കയറിയിട്ടുണ്ടാവും. നാട്ടുകാർക്ക് മുഴുവൻ കാണാപ്പാടാണല്ലോ ചെമ്പേരി തമ്പുരാൻ. അതെ, ഈ ചെമ്പേരി തമ്പുരാനൊന്ന് കാണണമല്ലോ. ഇപ്പോൾ തമ്പുരാന്റെ മുമ്പിലോട്ട് പോകണ്ട, അതാ നല്ലത്. തമ്പുരാൻ ഇവിടെ ഉണ്ടോ? ഇയാളൊന്ന് പോയേ. അതെ, ആരും പേടിക്കണ്ട. പറമ്പിലേക്ക് തമ്പുരാൻ നേരിട്ട് വരുന്നുണ്ട്. ആനറാഞ്ച് പരമുവിന്റെ ഒപ്പം കുറെ ആൾക്കാരും ഉണ്ട്. ആളല്ല, ഒരു പട തന്നെ ഉണ്ടായാലും ചെമ്പേരി തമ്പുരാന്റെ ഒരു നോട്ടം തടയില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ. ആ അതെ, അകത്ത് കയറിയ തമ്പുരാനെ കാണാൻ പറ്റുമോ? ചെല്ലുക. ഇപ്പൊ മുമ്പ് ചെല്ലുന്നവന്റെ വിധിയാ. ഞാൻ CD ബുക്സ് എന്നാ വരുന്നത്. താൻ എവിടുന്ന് വരുന്നവനായാലും ഇപ്പൊ ഇവിടുന്ന് മാറി നിൽക്കുക. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് തന്ന എഗ്രിമെന്റിൽ പ്രോബ്ലം ഉണ്ട്. എനിക്ക് സംസാരിച്ചേ പറ്റൂ. ജയിലിൽ നിന്നിറങ്ങിയ ഒരു കൊലപാതകി ചെമ്പേരി പറമ്പിലെ പണി തടഞ്ഞിരിക്കുക. അപ്പോഴാ അയാളുടെ ഒരു എഗ്രിമെന്റ്. ഇന്ന് തമ്പുരാൻ ഇറങ്ങിയ ഒറ്റ എഗ്രിമെന്റേ ഉള്ളൂ, ആനറാഞ്ചി പരമുവിന്റെ ജീവൻ.
ഇനിയും താ തമ്പുരാനെ കാണണമെന്ന് പറഞ്ഞാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ചെമ്പേരി തമ്പുരാന്റെ പറമ്പിൽ പണിയുന്നവന് ചങ്കൂച്ചുണ്ടായിരിക്കണോടാ. അവന്റെ കഴുത്ത് വെട്ടിട്ട് എന്റെ മുമ്പിൽ വന്നിരുന്നെങ്കിൽ ഞാൻ അംഗീകരിക്കുമായിരുന്നു എല്ലാത്തിനെയും. കുഞ്ഞപ്പാ, പറമ്പിലൊരു കുഴി വെട്ടിയേക്കാൻ പറ. ആനറാഞ്ചി പരമോന്റെ അന്ത്യവിശ്രമത്തിന് നടക്കാ പറമ്പിൽ. തമ്പുരാൻ, ഗുഡ് മോർണിംഗ്. ഐ എം ചന്ദ്രദാസ് ഫ്രം CD ബുക്സ്. ഞാനെന്ന് വാങ്ങിച്ച റൈറ്റ്സിന്റെ കാര്യത്തിൽ ഒരു ചെറിയ തർക്കം വന്നിട്ടുണ്ട്. അതൊന്ന് പരിഹരിക്കണം. നിങ്ങൾ അങ്ങനെ അങ്ങ് പോയാലോ? ഏയ് തമ്പുരാൻ, ഏയ് ഞാൻ പറഞ്ഞില്ലേടോ തന്നോട്, ഇനി മരണവും വിചാരണയും ഒക്കെ കഴിയട്ടെ. പരമു, നീ എന്തിനാ ഞങ്ങളുടെ പണി തടയുന്നത്? ഇത് ഞങ്ങളുടെ വയറ്റിപ്പഴപ്പല്ലേ? അങ്ങനെ ആരും ഇനി പിഴക്കണ്ട. ചെമ്പേരിപ്പാപ്പന്റെ പാടത്തും പറമ്പിലും പണിയെടുത്ത് ഒരുത്തിനും ഇനി പിഴക്കണ്ട. അത് പരമുന്റെ തീരുമാനമാ. ആനറാഞ്ചി പരമുന്റെ. പരമു, കളി ചെമ്പേരി തമ്പുരാനോട് വേണ്ട. തമ്പുരാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നാണ്ടല്ലോ, ഈ പറമ്പിലായിരിക്കുന്ന ശവം അടക്കം നടക്കുക. വിളിച്ചോണ്ട് വാടാ നിന്റെ തമ്പുരാനെ. നേരിട്ട് കാണാനാ പരമു എത്തിയിരിക്കുന്നത്. പരമൂനെ ധിക്കരിച്ച് ഒരുത്തിന് ഈ നാട്ടിൽ പണിക്കിറങ്ങില്ല. 7 വർഷം മുമ്പ് ഒരുത്തിന് ഇറങ്ങി. നിന്റെയൊക്കെ തമ്പുരാൻ ഇറക്കി ഈ തെങ്ങിന്റെ ഓട്ടിലിട്ട് അവനെ ഞാൻ തീർത്തത്. പരമൂന് 7 വർഷം സാക്ഷി പറഞ്ഞ് വാങ്ങിച്ചു തന്നത് ചെമ്പേരി പാപ്പൻ. പരമു പുറത്തിറങ്ങിയിട്ടും ചെമ്പേരി പാപ്പനങ്ങ് ജയിച്ചാ അത് മോശമല്ലടാ വാസു. ആനറാഞ്ചി പരമുന്റെ അടുത്ത് നിന്റെ തമ്പുരാൻ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം വേണോ വേണ്ടയോന്നോ. ജീവന് കൊതിയുണ്ടെങ്കിൽ പണിയും കൃഷിയും വെച്ച് പൊയ്ക്കോളണം എല്ലാവരും. എല്ലാരും പോയതാ. എണീറ്റ് പോടാ. തമ്പ്രാനെ, ഇനി തമ്പ്രാന്റെ പാടത്തും പറമ്പിലും ഒന്നും പണി നടത്തിക്കൂല എന്നാ അവൻ പറയുന്നത്. എന്റെ പറമ്പിലെ പണി തടഞ്ഞ എന്നെ തടഞ്ഞു എന്ന് തന്നെ അതിന്റെ അർത്ഥം. എന്നെ തടയുന്നതിന്റെ അർത്ഥം ചാവാൻ തയ്യാറായി. അതേടോ തമ്പുരാനെ, കൊല്ലാനും ചാകാനും തയ്യാറായി തന്നെയാ പരമു വന്നിരിക്കുന്നത്. ചെറു ചെമ്പേരി പാപ്പൻ. തന്റെ കഥകൾ ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അച്ചി വീട്ടിൽ പൊറുതിക്ക് വന്നവൻ ഒരു ദിവസം രാവിലെ തമ്പുരാനായി. പേരിന്റെ ഒപ്പം ചേർത്ത് വെച്ചത് തന്തയും തന്തയുടെ തന്തയും പറഞ്ഞ തറവാടിന്റെ പേരല്ല, അച്ചി തറവാടിന്റെ പേര്. ചെമ്പേരി തമ്പുരാനെന്നല്ല,
അച്ചിത്തറവാട്ടിലെ തമ്പുരാനെന്നാ തന്നെ വിളിക്കേണ്ടത്. തമ്പുരാനെ സൂക്ഷിക്കണേ, കത്തി. ചെമ്പേരിപ്പപ്പന്റെ ജാതകം വായിക്കണം അല്ലടാ നിനക്ക്? അതേടാ ചെമ്പേരിപ്പപ്പൻ വരുത്തനാ. പക്ഷേ പാപ്പം വന്നാ അവിടെ പാപ്പം മാത്രം മതിയടാ. 7 വർഷം ജയിലിൽ കിടന്നിട്ട് നിന്റെ നാവ് അടങ്ങിയില്ലെങ്കിൽ അതിന്റെ എനക്ക് ഞാൻ നിർത്തി തരാം. ഈ കരയില് ചെമ്പേരി തമ്പുരാനൊരു മറുവാക്കിന് വേണ്ടടാ. പോലീസ്. എന്റെ ഈ ആയുസ് മുഴുവൻ വേണ്ടടാ നിന്നെ പോലത്തെ നായ്ക്കളെ ഒതുക്കാൻ. കളി ചെമ്പേരി തമ്പുരാനെടുത്താ ബാക്കി വെച്ചേക്കില്ലേ? എന്താടോ ഇവിടെ? സാറ് കാറ്റുവെള്ള ഇറങ്ങിയാണെങ്കിൽ ചെന്നാട്ടെ. പടിഞ്ഞാറ് കായല. താനെന്താ ഗുണ്ടായുസം കാണിക്കാ? ഒന്ന് പോ സാറേ. ചെമ്പേരി പാപ്പന്റെ മണ്ണില് വേറൊരുത്തും ചോദ്യം ചോദിക്കുന്ന ശീലമില്ല. ഞാൻ ചെമ്പേരിയിലേക്ക് വിരുന്നു വന്നതല്ല, അടുത്ത പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുത്തതാ. ശീലങ്ങളെ എനിക്കുണ്ട്. എന്റെ സ്റ്റേഷൻ പരിധിയിൽ എന്നേക്കാൾ വലിയൊരുവൻ വേണ്ട. ഈ കുഞ്ഞു വായില് വലിയ വർത്താനം പറയാതെ സാറേ. ഞാനറിയാതെ സാറിവിടെ മാറി വന്നെങ്കിൽ അതിന്റെ അർത്ഥം ചെമ്പേരി പാപ്പന് സമയം കിട്ടിയില്ലെന്ന് മാത്രമാണ്. അതിന്റെ പേരിൽ പാപ്പന്റെ മണ്ണിലോ അധികാരത്തിലെ കയറി ചൊരണ്ടാൻ വന്ന സാറേ, എന്റെ പ്രയോഗം കുറച്ച് പഴയതാ. നേരെയാക്കാൻ പോകുന്നവര് ജീവിച്ചിരിപ്പില്ല. എന്നാ പിന്നെ തന്റെ പ്രയോഗം ഒന്ന് കാണാം. പൊക്കിയെടുത്ത് വണ്ടിയിലിടാ എല്ലാത്തിനും. സർ തമ്പുരാനെ ഈ നാട്ടിൽ പോലീസ് ഒന്നു മതി. അത് തന്നെ ഞാൻ പഠിപ്പിക്കും. നടക്കണം. വേണ്ട, മതി. തമ്പുരാൻ വരാൻ തീരുമാനിച്ചിരിക്കുക. പെട്ടിയും കിടക്കയായിട്ട് ഇവിടെ കാലെടുത്ത് കുത്തിയന്റെ അന്ന് മുതൽ കേൾക്കുന്നതാ തമ്പുരാൻ, തമ്പുരാന്റെ മണ്ണ്. ആരാടോ താൻ? ഇതുവരെ ഈ കസേരയിലിരുന്ന ഏറാമൂളികൾക്ക് ചങ്കൂറ്റം ഇല്ലാതായി പോയി. അതുകൊണ്ടാ താൻ ഇവിടെ ഇങ്ങനെ രാജഭരണം നടത്തുന്നത്. താൻ ജയിലിൽ കിടന്നിട്ടുണ്ടോ? സ്വന്തം ഭാര്യയെ ചവിട്ടിക്കൊന്നതിന് ആനുകൂല്യങ്ങൾ കിഴിച്ച് 5 വർഷം. അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ടാ താൻ എല്ലാവരെയും ചൂണ്ടുവിരലിൽ നിർത്താൻ ശ്രമിക്കുന്നത് അല്ലേ? സാർ, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സാർ. ഓക്കെ സാർ. സാർ, ഞാൻ തന്നെ നേരിട്ട് പൊക്കോളാം സാർ. ഹലോ സാർ, എല്ലാവരും വിളിച്ചിരുന്നു സാർ. ഞാൻ വേണ്ടത് ചെയ്തോളാം സാർ. ഓക്കെ സാർ. ഹലോ സാർ, ഞാൻ സ്റ്റേഷനിലേക്ക് ഇറങ്ങാം. ശരി സാർ. ഇടത്തരക്കാരന്റെ അസൂയാണെന്നോ സർവീസിൽ പുതുതായി കയറിയവന്റെ ആവേശമാണെന്നോ എന്തു വേണമെങ്കിലും തനിക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ ഇവിടെ നിന്ന് താൻ പുറത്തിറങ്ങുമ്പോ വെറും പാപ്പൻ. ചെമ്പേരിയും വേണ്ട, തമ്പുരാനും വേണ്ട. മനസ്സിലായോടോ? ജന്മിമാരോടൊക്കെ പണ്ടേ എനിക്കൊരു കലിയുണ്ട്. അത് തീർക്കാൻ തന്നെയാവും ദൈവം എനിക്കിത് നീക്കിവെച്ചത്. ലോകകപ്പ് കാണണ്ടേ നിനക്ക്? വാ, വാടോ. സ്റ്റോപ്പ് ഇറ്റ്.
താൻ എന്താടോ കാണിച്ചത്? സാർ, ഒരുത്തനെ കുത്തിമലർത്താൻ ശ്രമിക്കുമ്പോഴാണ് ഞാൻ ഇയാളെ അറസ്റ്റ് ചെയ്തത്. എടോ, ഇയാളൊരു മാടമ്പിയാ. അതിന് തനിക്കെന്താ? ചെമ്പേരി തമ്പുരാനെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ കോളുകളാ. ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും കൊൽക്കത്തയിൽ നിന്നുമൊക്കെ. നിസ്സാരക്കാരനൊന്നുമല്ല. സെൻട്രൽ ഹോം മിനിസ്റ്ററുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തൊട്ടിങ്ങി താഴേക്ക്. സാർ, തനി വന്നേ. സാർ, എടോ, IAS-ഉം IPS-ഉം ഒക്കെ ആയിട്ട് 5-10 പേരുണ്ട് ഇദ്ദേഹം വളർത്തി വലുതാക്കിയവരായിട്ട്. സാർ, പക്ഷേ ഇയാളൊരു ക്രിമിനലാണ്. ഷട്ടപ്പ്. വന്ന് കയറിയ ഉടനെ തന്നോടാരാ സെൻസസ് എടുക്കാൻ പറഞ്ഞത്? സോറി പറഞ്ഞ് തമ്പുരാനെ ചെമ്പേരി കൊണ്ടുവിടറോ? സാർ, പക്ഷേ ഡു വാട്ട് ഐ സേ. തമ്പുരാൻ ക്ഷമിക്കണം, ഇതൊരു ഇഷ്യൂ ആക്കരുത്. ഏയ്, ക്ഷമ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല സാറേ. ചെറുക്കൻ പറഞ്ഞു അവന് ജന്മിമാരെ കണ്ടുകൂടെന്ന്. അപ്പൊ ബുദ്ധിമുട്ടും. നിത്യേന കാണേണ്ടി വരും ഈ ചെമ്പേരി തമ്പുരാനെ. ദേഹത്തിന് കുറച്ച് നീളവും വീതിയും ഓടാനും ചാടാനും തലകുത്തി മുറിയാനും കഴിവുണ്ടെങ്കിൽ പോലീസിൽ ചേരാം. ആളുകൾ സാറെന്നും വിളിക്കും. അത് പിന്നെ ഈ ഓട്ടോക്കാരും മുടിവെട്ടുന്നവരൊക്കെ അകത്തോട്ട് കയറുന്നത് ഏത് തെരുവ് തണ്ടിയായാലും വിളിക്കുന്നത് സാറെന്നാ. പക്ഷേ തമ്പുരാൻ പദവി കിട്ടണമെങ്കിൽ കടമ്പകൾ കുറച്ചേറെ ഉണ്ട് കുഞ്ഞെ. കിട്ടിക്കഴിഞ്ഞാ അത് സൂക്ഷിക്കാനും. ചെമ്പേരി തമ്പുരാൻ ഇവിടെ ഭരിക്കുന്നെങ്കിൽ ആയുധവും കൊണ്ട് ആജ്ഞ നടപ്പാക്കുന്ന സേവകരായ മതി പോലീസ്. തമ്പുരാൻ കൊച്ച മര്യാദ പഠിക്കും സാറേ. ഈ തമ്പുരാൻ പഠിപ്പിക്കും. എന്റെ ഈ ദേഹത്തൊരു കൈ വീണ ഉറക്കം കിട്ടില്ല എനിക്ക്. അപ്പോ ഉറങ്ങാൻ എന്ത് വേണം? തമ്പുരാൻ, ചെമ്പേരി തമ്പുരാൻ. മിസ്റ്റർ ചെമ്പേരി പാപ്പൻ, നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറയണം. ആരാ നിങ്ങള്? തമ്പുരാനെ ഇപ്പൊ ശല്യപ്പെടുത്തണ്ട. ഞാൻ എങ്ങനെ ശല്യമാന്ന്? ചെമ്പേരി കുഞ്ഞനന്ദൻ തമ്പുരാന്റെ കവിതകളുടെ അവകാശം CD ബുക്സ് എന്ന എന്റെ സ്ഥാപനത്തിന് ഇദ്ദേഹം ഒപ്പിട്ട എഗ്രിമെന്റ് തന്നതാണ്. അതിന്റെ പണവും CD ബുക്സിന് കൈപ്പറ്റിയിട്ടുണ്ട്. അതിലൊരു പ്രശ്നം വന്നാ ഞാൻ ഇദ്ദേഹത്തെ കാണേണ്ടത്. തറവാട്ടിൽ ചെന്നപ്പോ പറമ്പിൽ പ്രശ്നം, പറമ്പിൽ ചെന്നപ്പോ പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് സംബന്ധ വീട്ടിലുണ്ടാവുമെന്ന്. എല്ലാവർക്കും എല്ലാം നിശ്ചയമുണ്ട്. മതി. തനിക്ക് തന്ന പ്രമാണത്തിൽ എന്താ തടസ്സം? എനിക്ക് ചെമ്പേരി തമ്പുരാൻ ഒപ്പിട്ടൊരു പ്രമാണത്തില് അങ്ങനൊരു തടസ്സം ഇന്ന് വരെ വന്നിട്ടില്ല. ഹുയിസ് കമല? കുഞ്ഞനന്ദൻ തമ്പുരാന്റെ കവിതകളുടെ യഥാർത്ഥ അവകാശം കമല എന്ന് പറയുന്ന സ്ത്രീക്കാണെന്നും പറഞ്ഞ് എനിക്ക് നോട്ടീസ് കിട്ടിയിട്ടുണ്ട്.
ആരയിച്ചു? അതൊന്നുമില്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് അത് ക്ലിയർ ചെയ്യേണ്ടത് എനിക്ക് അത്യാവശ്യമാണ്. യഥാർത്ഥത്തിൽ അവരുടെ പേരിലാണോ ആ റൈറ്റ്സ്? തന്റെ എഗ്രിമെന്റ്സിന് തടസ്സം വരില്ല. ചെമ്പേരി പാപ്പൻ ഒപ്പിട്ടൊരു പത്രത്തിന് വില കൽപ്പിക്കാത്തൊരു ജീവന് പിന്നെ ഞാനും വില കൊടുക്കില്ല. ആ പോക്ക് കൊല്ലാൻ തന്നെയാ. നിസാര പ്രശ്നമല്ല നിങ്ങളിപ്പോ കൊണ്ടുവന്നിട്ടത്. ആരാ ഈ കമല? തറവാട്ടിലെയാ. മാനസിക സുഖമില്ല. കമലേ, പാപ്പനോട് മത്സരിക്കാൻ തീരുമാനിച്ചല്ലേ? കാലി കിടക്കുന്ന ഈ ചങ്ങനെ പൊട്ടിക്കണോ നിനക്ക്? ചെമ്പേരി തമ്പുരാന്റെ ക്രൂരതകളെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയണം. വേണോടി? ചോദ്യം ചെയ്യാനൊരു നാവ് ചെമ്പേരിക്കകത്തുണ്ടായ പുറലോകത്ത് ചെമ്പേരി തമ്പുരാന്റെ വിലയിടിയും. ആരാ നിനക്ക് വേണ്ടി നാവനക്കിയത്? പറയടി. ചെമ്പേരി കുഞ്ഞനന്ദൻ തമ്പുരാന്റെ കൃതികളുടെ അവകാശം നിന്റെ ഭ്രാന്ത് പിടിച്ച തലയ്ക്കാണ് ആർക്കാടി വെളിപാടുണ്ടായത്? പറയടി. എനിക്കൊന്നും അറിഞ്ഞൂടാ. നിനക്കൊന്നും അറിഞ്ഞൂടടി. പിന്നെ ദൈവം തമ്പുരാൻ ആകാശത്തുനിന്ന് അരുളപ്പാടുണ്ടാക്കിയോ നിന്നെ രക്ഷിക്കാൻ? ഈ അവകാശത്തിന് വേണ്ടി മാത്രമല്ല, കടലാസുകൾ വേറെയും പോയിട്ടുണ്ടല്ലേ? എന്നെ തല്ലാൻ കാരണമൊന്നും വേണ്ടല്ലോ. പിന്നെ എന്തിനാ ഇല്ലാ കഥകൾ വിളിച്ചു പറയുന്നേ? എനിക്കിവിടുന്ന് പുറത്തിറങ്ങണ്ട. വിധിച്ചു തന്ന ഈ ചങ്ങല മതി. നിനക്കല്ലെങ്കിൽ പിന്നെ ചെമ്പേരി തമ്പുരാൻ വിധിച്ചു നീ ചങ്ങലെ നിന്നെ രക്ഷിക്കണം ആർക്കാടി മോഹം? ആരാടി നിനക്ക് വേണ്ടി കുറച്ചത്? പറ. ഉത്തരയാണോ?